പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് MT വാസുദേവൻ നായരുടെ ഒരു കഥയാണ്. കുപ്പായം എന്നാണ് കഥയുടെ പേര്. ഇത് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കഥയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. MT വാസുദേവൻ നായർ. കുപ്പായം. കരൂപ്പറമ്പിലെ അമ്മിണി ഓപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. വിവരം പറയാൻ കരൂപ്പറമ്പിലെ അമ്മായിയുടെ ആങ്ങള രാമൻകുട്ടി നായർ വീട്ടിൽ വന്നു. അച്ഛൻ്റെ അനുജൻ ഗോവിന്ദമാമയുടെ ഭാര്യ വീടാണ് കരൂപ്പറമ്പിൽ, ആലൂരടുത്ത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഷ്ടി 3 നാഴികയെ ദൂരമുള്ളൂ. ആദ്യം ഓപ്പുവിൻ്റെ കല്യാണം നടക്കുന്ന മദിരാശിയിൽ വീട്ടിലേക്ക് പഠിക്കുന്ന വലിയേട്ടനാണ് വരൻ. അതൊക്കെ ഞങ്ങൾ കുട്ടികളടക്കം എല്ലാവരും കേട്ടിരുന്നു. സിലോണിലേക്ക് പോകും മുമ്പേ ആ കല്യാണം ഉണ്ടാകും എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത്. അച്ഛൻ നേരത്തെ മടങ്ങി. ഓപ്പുവിനേക്കാൾ 1 വയസ്സ് താഴെയാണ് അമ്മിണി ഓപ്പു. നേരത്തെ നിശ്ചയിച്ചതാണ്. വൈകിക്കണ്ട എന്ന് അവരുടെ ഭാഗത്തു നിന്ന് നിർബന്ധം വന്നപ്പോൾ സമ്മതിച്ചു. നല്ല കൃഷിക്കാരാണ്. ഓപ്പുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് അമ്മായിക്കും മറ്റും അഭിപ്രായമുണ്ടായിരുന്നു. അച്ഛൻ സിലോണിലേക്ക് പോകും മുമ്പേ ഗോവിന്ദമാമ വിവരം അറിയിച്ചപ്പോൾ വൈകിക്കേണ്ട എന്ന അഭിപ്രായമായിരുന്നു അത്രേ അച്ഛന്. അമ്മ എല്ലാം കേട്ടിരുന്നു. നന്നായി നന്നായി എന്ന് മാത്രം പറഞ്ഞു. അകത്തു നിന്ന് ചായയുമായി വന്ന ചെറിയമ്മയോടും രാമൻകുട്ടി നായർ കല്യാണക്കാര്യം പറഞ്ഞു. എല്ലാവരും കൂടി വരണം. കരൂപ്പറമ്പിലെ അമ്മായിയെ അമ്മയ്ക്ക് എന്നും ഇഷ്ടമായിരുന്നു. എന്നെയും കൂട്ടി അമ്മ അവിടേക്ക് വിരുന്നു പോകാറുണ്ട്. വലിയ കൃഷിക്കാരാണ്, വലിയ തോട്ടം. ചമണിക്കാവിലെ താലപ്പൊലിക്ക് അമ്മയെ ക്ഷണിക്കാറുണ്ട്. അമ്മ പോകാറില്ല. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെടിക്കെട്ട് ചമണിക്കാവിലാണെന്നാണ് പറയാറ്. അതിൻ്റെ ശ്രമക്കാർ അമ്മായിയുടെ ആങ്ങളമാരായിരുന്നു, പ്രത്യേകിച്ച് രാമൻകുട്ടി നായർ. അമ്മയുടെ വിരുന്നുവരവ് അവിടെ വലിയ ആഘോഷമാണ്. അമ്മിണി ഓപ്പുവിൻ്റെ താഴെയുള്ള കമലോപ്പു അങ്ങനെ കൂട്ടുകൂടില്ല. തോട്ടത്തിലും പറമ്പിലും ഒക്കെ ചുറ്റി നടക്കാൻ ശാരദയും സരോജിനിയും എൻ്റെ കൂടെ ഉണ്ടാവും. നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണെന്ന് അമ്മ എന്നെപ്പറ്റി പറഞ്ഞതുകൊണ്ടാവാം സന്ധ്യയായാൽ രാമൻകുട്ടി നായർ എന്നെ കൊണ്ട് രാമായണം വായിപ്പിക്കും. തെറ്റുന്നുണ്ടോ എന്ന് ആരും നോക്കാറില്ല. അവർ അകത്ത് വർത്തമാനം പറഞ്ഞ് ഇരിക്കുകയാവും. ഗോവിന്ദമാമയുടെ സ്ഥിര താമസം പുന്നയൂർക്കുളത്ത് അച്ഛൻ്റെ വീട്ടിലാണ്. ഒഴിവുകാലത്ത് കുട്ടികൾ അവിടെ പോകാറുണ്ട്. പക്ഷേ അമ്മായി ഒരിക്കലും പോയതായി കേട്ടിട്ടില്ല. അച്ചമ്മയുമായി ഒരിക്കൽ എന്തോ വഴക്കുണ്ടായി. പിന്നീട് എൻ്റെ അമ്മയുമായിട്ടും പിണങ്ങി. ആ കഥകളൊക്കെയാണ് അവർ തെക്കിനിയിലിരുന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. അമ്മിണി ഓപ്പുവിനോടും കുട്ടികളോടും അമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. എല്ലാവരും നേരത്തെ വരണം എന്ന് വീണ്ടും ക്ഷണിച്ച് രാമൻകുട്ടി നായർ പടിയിറങ്ങിപ്പോയി. അകത്ത് നിന്ന് ചെറിയമ്മ ചോദിച്ചു, ഗോയിന്നുട്ടിയുടെ കല്യാണമാണ് ആദ്യം നടക്കുക എന്നാണല്ലോ കേട്ടിരുന്നത്. അമ്മ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഓപ്പുവിൻ്റെയും വലിയേട്ടൻ്റെയും കല്യാണം അച്ഛൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും. എനിക്ക് അതിലും ഉത്സാഹം തോന്നിയത് അമ്മിണി ഓപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോഴാണ്. പെട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, കല്യാണത്തിന് പോകുമ്പോൾ നല്ല കുപ്പായവും ട്രൗസറും വേണ്ടേ? അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് 3 ഷർട്ടും 2 ട്രൗസറുമാണുള്ളത്. മഴക്കാലത്ത് ഒന്നും ഉണങ്ങാതെ വന്നാൽ ഉപയോഗിക്കാനാണ് 3ാമത്തെ ഷർട്ട്. ഇതെല്ലാം വില കുറഞ്ഞ തുണി കൊണ്ട് തുന്നിച്ചതാണ്. അക്കാലത്ത് മാസത്തിൽ ഒരിക്കൽ വലിയൊരു തുണിക്കെട്ട് തലയിലേറ്റി പുഴക്കരന്ന് നിന്ന് നെയ്ത്തം വരും. എല്ലാവരും അയാളെ നെയ്ത്തൻ എന്നാണ് വിളിച്ചിരുന്നത്. കെട്ടിൽ കൂടുതലുണ്ടാവുക വലിയ മുണ്ടും തോർത്തുമാണ്. ഇടയ്ക്ക് ചീട്ടിത്തുണികൾ. അമ്മ മുൻപ് വാങ്ങിയ വകയിലേക്ക് കുറച്ച് കാശ് കൊടുക്കും. പിന്നെ അയാളെ പ്രീതിപ്പെടുത്താൻ എന്നോണം കുറച്ച് തുണികൾ വാങ്ങും. അത് അയാൾ ചെറിയ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കും. അയാളോട് പറഞ്ഞ് പാലത്തറ ചന്തയിൽ നിന്നോ മറ്റോ വരുത്തിയ തുണി കൊണ്ടാണ് എൻ്റെ ഷർട്ടും ട്രൗസറും. ക്ലാസ്സിൽ ഷർട്ടിടാത്ത കുട്ടികളും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സര ബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല.
കല്യാണത്തിന്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അമ്മയോട് പറയാൻ ധൈര്യം പോരാ. ഒരിക്കൽ കൊച്ചുണ്ണിയേട്ടനോട് പറഞ്ഞു. കൊച്ചുണ്ണിയേട്ടൻ അമ്മയോട് ശുപാർശ ചെയ്തു. അമ്മ നീരസത്തോടെ പറഞ്ഞു, നിന്റെ അച്ഛൻ കൊണ്ടുവന്ന പെട്ടികളിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ, ഓരോരുത്തർക്ക് വാരി കൊടുക്കണതും കണ്ടു, നീ ചെന്ന് നോക്ക്. അച്ഛൻ മുമ്പ് വരുമ്പോൾ പെട്ടികളിൽ നിറയെ തുണിത്തരങ്ങളുണ്ടാകും. ബന്ധുക്കളും അയൽക്കാരുമായ പലരും വരും. പെട്ടി തുറക്കുന്നത് വലിയ സംഭവമായിരുന്നു അത്രേ. ഓരോന്നും പുറത്തെടുത്ത് അതിൻ്റെ ഗുണങ്ങൾ വിവരിക്കുമ്പോഴേക്ക് ആവശ്യക്കാർ പലരും കൈനീട്ടും. അച്ഛൻ വിതരണം ചെയ്യും. ഈ പഴയ കഥകൾ ഞാൻ കേട്ടതാണ്. മുൻപത്തെ വരവുകൾ എനിക്ക് ഓർമ്മയില്ല. വരുന്നു എന്ന വിവരം ഇക്കുറി കിട്ടിയതു മുതൽ വീട്ടുകാരും ബന്ധുക്കളും കാത്തിരിക്കുകയാണ്. പള്ളിപ്പുറം സ്റ്റേഷനിലേക്ക് 3 കൂലിക്കാരെ അയച്ചു. കുന്നിൻ ചെരുവിലെ ഉരുണിയമ്മാവിന്റെ മാങ്ങ പൊട്ടിച്ച് പിഴിഞ്ഞ് സത്തുണ്ടാക്കുന്ന തിരക്കിലാണ് കൂർത്തവളപ്പിൽ കുട്ടേട്ടൻ. വന്നു കയറുമ്പോൾ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കേണ്ടേ? അച്ഛൻ വന്നത് അവിടെ കൂടെ ജോലി ചെയ്യുന്ന 2-3 സഹപാഠികളുമായിട്ടാണ്. അവരെല്ലാം ഞങ്ങളുടെ സ്വന്തക്കാരുമാണ്. അച്ഛൻ ജോലി ആക്കിക്കൊടുത്തവർ. കൂടെ ഒരു പെൺകുട്ടിയും. ബോംബ് വീണപ്പോൾ മരിച്ച ഒരു സ്വന്തക്കാരൻ്റെ കുട്ടിയാണെന്നാണ് ആദ്യം പറഞ്ഞത്. അന്ന് സന്ധ്യയ്ക്കാണ് ഈ പരിചാരകരിൽ ഒരാൾ അത് അച്ഛൻ്റെ കുട്ടി തന്നെയാണ് എന്ന് ആരോടോ സ്വകാര്യം പറഞ്ഞത്. അന്ന് രാത്രിയിലാണ് അച്ഛനും അമ്മയും തമ്മിൽ കലാപമുണ്ടായത്. അത് ഞാൻ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിൽ എഴുതിയിട്ടുണ്ട്. വൈകുന്നേരത്ത് അച്ഛൻ പതിവ് പോലെ വന്നുകൂടിയവർക്കെല്ലാം തുണിത്തരങ്ങൾ വിതരണം ചെയ്തു. ഞങ്ങൾ ആരും പങ്കെടുത്തില്ല. പിറ്റേന്ന് അച്ഛൻ പുന്നയൂർ കുളത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. കൊച്ചുണ്ണിയേട്ടൻ പെട്ടികളിൽ അവശേഷിച്ചത് എല്ലാം തിരഞ്ഞു നോക്കുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു. നീണ്ട വരയുള്ള 2 തുണിക്കഷ്ണങ്ങൾ. ഞാൻ ചോദിച്ചു, ഇത് ഷർട്ടിന് പറ്റില്ലേ? ഏട്ടൻ പറഞ്ഞു, ഏടാ ഇത് കിടക്കശീലയാണ്, തലേണയുടെ ഉറയുണ്ടാക്കാനൊക്കെ പറ്റും. എൻ്റെ കല്യാണ വേഷം അപ്പോഴും പ്രശ്നമായി തന്നെ നിന്നു. കല്യാണത്തിന് ഒരാഴ്ചയുള്ളപ്പോൾ ഞാൻ ധൈര്യം സംഭരിച്ച് അമ്മയോട് പറഞ്ഞു, എൻ്റെ കുപ്പായൊന്നും നന്നല്ല അമ്മേ, കല്യാണത്തിന് വരുന്ന കുട്ടികൾ കണ്ടപ്പോൾ പരിഹസിക്കില്ലേ? അമ്മ 3 കുപ്പായവും വിസ്തരിച്ച് പരിശോധിച്ചു. ഒന്നും തരക്കേടില്ല എന്ന് അമ്മയ്ക്ക് തോന്നി. ഇതിനെന്തടാ കുഴപ്പം? അമ്മ സൂക്ഷിച്ചു നോക്കൂ. നോക്കിയപ്പോൾ അമ്മയ്ക്കും ബോധ്യമായി. മുൻപൊരിക്കൽ സന്ധ്യയ്ക്ക് ഞാൻ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ തട്ടിത്തടഞ്ഞ് വീണു. താഴെ ഇലയിട്ട് മൂടിയ വലിയ വട്ടളത്തിൽ മഹാളി തളിക്കാനുള്ള കൂട്ടായിരുന്നു. തൂത്തും തുരിശും ചേർന്ന മഹാളിക്കൂട്ടിലേക്കാണ് ഞാൻ വീണത്. കഴുകിയാൽ പോകുമെന്നൊക്കെ അമ്മയെ സഹായിക്കാൻ നിൽക്കുന്ന മീനാക്ഷിയെടുത്തി പറഞ്ഞു. അവർ പലവട്ടം കഴുകിയെങ്കിലും അതിൻ്റെ നിറപ്പാടുകൾ അവിടെ ഇവിടെ തങ്ങി നിൽക്കുക തന്നെ ചെയ്തു. അമ്മ നെയ്ത്തനെ പ്രാഗി. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഒരു തുണിയും കൊണ്ടുവരില്ല. ചുക്കി ചുളിഞ്ഞ എൻ്റെ ഷർട്ടുകൾ ഇട്ടുപോകാൻ തന്നെയായിരിക്കും വിധി എന്ന് മനസ്സിൽ വിചാരിച്ചു. ഞാനൊരു കല്യാണത്തിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. പല വീടുകളിലെയും കുട്ടികൾക്ക് ഇപ്പോൾ ചാലിശ്ശേരിയിലെയോ കുന്നംകുളത്തെയോ ടൈലർമാർ മുന്തിയ കുപ്പായം തുന്നുന്നുണ്ടാകും. പിറ്റേന്ന് എൻ്റെ ഉടുപ്പിൻ്റെ കാര്യം ഞാൻ അമ്മയ്ക്ക് വീണ്ടും ആലോചന വന്നു. അമ്മ പറഞ്ഞു, ഈ കൊത്തലങ്ങാട്ടിക്ക് പോ, വല്യമ്മട് പറ, കുട്ടൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഷർട്ടും ട്രൗസറും ഉണ്ട്. ഇവിടെ പാലത്തറേന്ന് അടുപ്പിക്കണതൊന്നല്ല, അവൻ്റെ ഏട്ടൻ ബാലൻ കോഴിക്കോട്ടെന്ന് അസല് തുണി എടുത്ത് അടുപ്പിച്ച് കൊണ്ടുവരുന്നതാ. അന്യന്മാരല്ലല്ലോ, ഒരു ഷർട്ടും ട്രൗസറും തരാൻ പറ. പിറ്റേന്ന് ഒഴിവു ദിവസമായിരുന്നു. കുട്ടന് എന്നെക്കാളും 2 വയസ്സ് മൂപ്പുണ്ട്. പക്ഷേ വലുപ്പത്തിൽ ഞങ്ങൾ സമാസമമാണ്. ഇടയ്ക്ക് 2 തവണ ദണ്ണളക്കം കണ്ടതുകൊണ്ട് കുട്ടൻ ഇപ്പോൾ പഠിക്കുന്നില്ല. എപ്പോൾ ചെന്നാലും വലിയമ്മ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തരും. വേണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. കുട്ടൻ തോട്ടത്തിൽ പുതിയതായി വെച്ച കാളത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. വീട്ടിലിരിക്കുമ്പോഴും നല്ല ഷർട്ടും ട്രൗസറുമാണ് കുട്ടൻ്റെ വേഷം. അതു ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാളത്തേക്കിന് സാധാരണ കാളകളെ പറ്റില്ല. ഈടെ വാങ്ങിയ കാളകളുടെ വിശേഷങ്ങൾ കുട്ടൻ പറഞ്ഞു. കൂട്ടത്തിൽ കരൂപ്പറമ്പിലെ കല്യാണക്കാര്യവും ഞാൻ സൂചിപ്പിച്ചു. അവര് വന്ന് ക്ഷണിച്ചിരുന്നു. അത്ര അടുപ്പമൊന്നുമുള്ള ആൾക്കാരല്ലല്ലോ. ഞങ്ങളൊന്നും പൂവുണ്ടാവില്ല. ഒരു പക്ഷേ അച്ചുവട്ടം പൂവായിരിക്കും. തോട്ടത്തിലും പറമ്പിലുമൊക്കെ കുട്ടൻ ചുറ്റി നടന്നു. ഞാനും
കൂടെ. വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഷർട്ടും ട്രൗസറും ഇത്ര നല്ലതാണെങ്കിൽ അവൻ്റെ പെട്ടിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്നായിരുന്നു എൻ്റെ ചിന്ത. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയമ്മയുടെ വിളി കേട്ടു. ഉണ്ണാറായി കുട്ടാ, വാസുനെയും വിളിക്ക്, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറ അവനോട്. തേക്കുകാർ പണി നിർത്തി കാളകളെ അഴിക്കുകയായിരുന്നു. കുട്ടൻ ചോദിച്ചു, ഉണ്ണാറായിരിക്കണു, നീ വരണില്ലേ? ഞാൻ പോണു, ഞാൻ അമ്മയോട് ഒന്നും പറയാതെ പോന്നതാ. ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു, കുപ്പായൊന്നും എടുത്തില്ലേ? ഞാനൊരു കളവ് പറഞ്ഞു. എനിക്ക് പറ്റിയതൊന്നും ഇല്ല അമ്മേ അവൻ്റെ കയ്യിൽ. അന്ന് അച്ഛൻ ബാക്കി വെച്ച് പോയ പെട്ടികളിലെല്ലാം അമ്മ ഒരു തെരച്ചിൽ നടത്തി. കടക്കശീലക്കേ പറ്റുമെന്ന് പറഞ്ഞ് കൊച്ചുണ്ണിയേട്ടൻ ഒഴിവാക്കിയ തുണിക്കഷ്ണം എടുത്ത് അമ്മ ഉമ്മർത്ത് വന്നു. മീനാക്ഷിയേടത്തിയുടെ സഹായത്തോടെ അത് വിസ്തരിച്ച് നിവർത്തി നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്താടാ ഇതിനൊരു കുഴപ്പം? ഷർട്ട് തുന്നിച്ച അസലായിരിക്കും ഇല്ല മീനാക്ഷിയെ. മീനാക്ഷിയേടത്തിയും ശരി വെച്ചു. നീയേ വെയിലാറിയിട്ട് അങ്ങാടിയിലേക്ക് പോ. ആ മുഹമ്മദിന്റെ കടയുടെ മുമ്പിൽ മെഷീനും വെച്ച് അപ്പൂട്ടി ഇരുന്ന് തുന്നണില്ലേ, അവനോട് നിന്റെ അളവെടുത്ത് 2 ഷർട്ട് തുന്നാൻ പറ. ഒന്ന് പെട്ടെന്ന് വേണം, ഒന്ന് പിന്നെ ആയാലും മതി. ഇത് കിടക്കശീലക്കേ പറ്റൂന്ന് പറയാൻ കൊച്ചുണ്ണിക്ക് എങ്ങനെ തോന്നിയത്? വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ എനിക്ക് തോന്നി, തുണി അത്ര മോശമൊന്നുമല്ല. കിടക്കശീലയ്ക്ക് പറ്റിയ തുണി അച്ഛൻ ഇത്ര ദൂരെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുമോ? ഒരു നല്ല ഷർട്ട് ഇട്ട് കാണുന്നത് ഒരു പക്ഷേ എൻ്റെ ഏട്ടന്മാർക്കും ഇഷ്ടമുണ്ടാവില്ല. വൈകുന്നേരം തുണി കടലാസിൽ പൊതിഞ്ഞ് ഞാൻ തുന്നൽക്കാരൻ്റെ അടുത്തെത്തി. അയാൾ അപ്പുക്കുട്ടൻ നായരുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. മുൻപ് എപ്പോഴോ നാട് വിട്ടുപോയ അപ്പുക്കുട്ടൻ നായർ ഈ അടുത്ത കാലത്താണ് വന്നത്. അയാൾ ഏതോ നാടക കമ്പനിയിലായിരുന്നു എന്നാണ് കേൾവി. എപ്പോഴും നെറ്റിയിൽ ഒരു സിന്ദൂരക്കുറി ഉണ്ടാകും, കണ്ണെഴുതും. സന്ധ്യയ്ക്ക് ആളുകൾ കൂടുമ്പോൾ തമിഴ് സംഗീത നാടകങ്ങളിലെ പാട്ടുകൾ പാടും. അടുക്കളയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ ഞാൻ അയാളുടെ പാട്ടുകൾ കേട്ടു നിന്നിട്ടുണ്ട്. എന്നെ അറിയാം. എൻ്റെ ആവശ്യം അറിഞ്ഞപ്പോൾ അപ്പുക്കുട്ടൻ നായർ ശ്രമക്കാരനായി. അപ്പുട്ടെ അളവെടുക്കുമ്പോൾ അയാൾ ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചു. തുണി തിരിച്ചു മറിച്ചു നോക്കി അയാൾ ചോദിച്ചു, അച്ഛൻ കൊണ്ടുവന്നതല്ലേ നല്ല തുണി? അപ്പോൾ എന്തോ എനിക്ക് വലിയ ഒരാശ്വാസം. അച്ഛൻ കൊണ്ടുവന്നതല്ലേ നല്ല തുണി? അപ്പോ എന്തോ എനിക്ക് വലിയ ഒരു ആശ്വാസം. കരൂപ്പറമ്പിലെ കല്യാണത്തിന് ഞങ്ങൾ തലേന്ന് തന്നെ പുറപ്പെട്ടു, അമ്മയും ഞാനും മാത്രം. അകത്തേക്കുള്ള വഴിയുടെ ഇരുവശത്തും മെടഞ്ഞ ഈന്തിൻ പട്ടകൾ, വലിയ പന്തൽ. പന്തലിനപ്പുറം രാമൻകുട്ടി നായരുടെ നേതൃത്വത്തിൽ ദേഹണ്ണപ്പുര. ഒരു കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഞാൻ ആദ്യം കാണുകയാണ്. അമ്മിണിയോപ്പുവിന്റെ ആഭരണങ്ങളും തുണികളുമെല്ലാം അമ്മ പരിശോധിക്കുന്നു. ശാരദയും സരോജിനിയും എനിക്ക് തുണയാവട്ടെ എന്ന് വെച്ച് 2 ആൺകുട്ടികളെ കൊണ്ടുവന്നു. അവർ ബന്ധത്തിലുള്ളവരാണ്. അതിൽ ഒരുത്തൻ്റെ വീട്ടിൽ കല്യാണം നടന്നത് അടുത്ത കാലത്താണ്. അതിന് പെട്ടിപ്പാട്ടുകൂടി ഉണ്ടായിരുന്നു എന്ന് അവൻ ഗമയിൽ പറഞ്ഞു. ഞങ്ങൾ നോക്കിയതാ, വാടകയ്ക്ക് കിട്ടാനില്ല. രാവിലെ നേരത്തെ കുളിച്ച് ഞാൻ തയ്യാറായി. പുതിയ ഷർട്ട് ഇട്ടപ്പോൾ എനിക്ക് പരിഭ്രമം ഒന്നും തോന്നിയില്ല. ശാരദ എൻ്റെ മുടി ഒന്നുകൂടി ചീകി വൃത്തിയാക്കി. ശാരദയും സരോജിനിയും പറഞ്ഞു, ഹായ്, എന്ത് നല്ല കുപ്പായം. വിരുന്നു വരുന്ന ആൺകുട്ടികൾ എന്നെ നോക്കുന്നത് അല്പ അസൂയോടെ അല്ലേ? ആണ്, ഞാൻ മനസ്സിൽ വിചാരിച്ചു. പടിക്കലിൽ നിന്ന് നാദസ്വരം കേട്ടു. വരന്റെ സംഘം അടുത്തെത്തുകയാണ്. രാമൻകുട്ടി നായർ വന്ന് ഞങ്ങൾ ആൺകുട്ടികളെ ഒന്നാകെ പരിശോധിച്ചു. എന്നിട്ട് എൻ്റെ ചുമലിൽ പിടിച്ചു പറഞ്ഞു, വാ വാ, അവരകത്ത് കയറുമ്പോൾ ദവിടെ നിന്ന് പനിനീര് തളിക്കണം. എന്നിട്ട് എൻ്റെ കൈവശം പനിനീർ വീശി തന്നു. ഞാൻ സൂത്രത്തിൽ മണത്തു നോക്കി. നല്ല ഗന്ധം. രാമൻകുട്ടി നായർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരന്റെ സംഘം കയറുമ്പോൾ ഞാൻ കൃത്യമായി പനിനീര് തളിച്ചു. വിരുന്നു വന്ന കുട്ടികൾ എന്നെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. വലിയ ഒരു ഉത്തരവാദിത്വം രാമൻകുട്ടി നായർ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അമ്മ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ? വൈകുന്നേരം ഞങ്ങൾ മടങ്ങുമ്പോൾ അമ്മ പറഞ്ഞു, എടാ, ആ ഷർട്ട് മാറ്റിയിട്, ഇന്നലത്തത് മതിയല്ലോ മടക്കത്തിന്. ഞാനത് കേട്ട ഭാവം നടിച്ചില്ല. ഞാൻ എൻ്റെ വരയും കുപ്പായവും സദ്യയ്ക്ക് ശേഷം കിട്ടിയ ചെറുനാരങ്ങയുമായി അമ്മയുടെ പിന്നാലെ നടന്നു.
ഇതാണ് MT വാസുദേവൻ നായരുടെ കഥ. കുപ്പായം എന്ന കഥ. ഒരു കാലത്ത് കുട്ടികൾക്ക് വേണ്ടത്ര വസ്ത്രം ഉണ്ടായിരുന്നില്ല. അവർ സ്കൂളിലൊക്കെ പോകുന്നത് കുറച്ച് വസ്ത്രവുമായിട്ടാണ്. ഷർട്ടില്ലാത്തവരുള്ള ക്ലാസ്സിൽ 3 ഷർട്ടുള്ളവൻ കുറച്ച് കേമൻ തന്നെയല്ലേ. അങ്ങനെയുള്ള ഒരു വിദ്യാലയത്തിലെ കുട്ടിക്ക് ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു നല്ല ഷർട്ട് വേണമെന്ന മോഹം ഉണ്ടാവുകയാണ്. അങ്ങനെ അവന് പിന്നെ അപ്രതീക്ഷിതമായി കിട്ടുന്ന ആ വസ്ത്രം അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ഒരു കാലം എന്നാൽ വസ്ത്രം ധരിച്ച് ഇല്ലാത്തവരെ കൊതിപ്പിക്കുന്ന ഒരു ശീലം ഇന്നത്തേതുപോലെ ഒരു സംസ്കാരമായിരുന്നില്ല പണ്ട്. വസ്ത്രമൊക്കെ വളരെ വിലപ്പെട്ട വസ്തുക്കളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വസ്ത്രം ആഡംബരത്തിന് ആയിരുന്നില്ല, ആവശ്യത്തിന് മാത്രമാണ് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക, എന്നിട്ട് ഉപേക്ഷിക്കുക എന്നതായിരുന്നു അവരുടെ രീതി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് ഇട്ട വസ്ത്രം മറ്റൊരു കല്യാണത്തിന് ഇടില്ല എന്നതുപോലെയുള്ള രീതിയൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇറങ്ങി നിന്ന് നമ്മൾ ഇതേക്കുറിച്ച് പറയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു പഴയകാല ജീവിതത്തിൻ്റെ പകർപ്പായിട്ട് ഈ കഥ വരികയാണ്. അപ്പോൾ ഈ കുപ്പായം എന്ന കഥ വായിക്കുമ്പോൾ നമ്മുടെ കുട്ടികളിലും ഇങ്ങനെ അനാവശ്യമായി വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ശീലമുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് തോന്നാൻ പര്യാപ്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ കഥ 8ാം ക്ലാസ്സിലെ സ്കൂൾ കുട്ടികൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. MT വാസുദേവൻ നായരുടെ നവതിയിൽ നിൽക്കുന്ന MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ ഓർത്തെഴുതിയ ഈ കുപ്പായം എന്ന കഥ കുട്ടികൾക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ.